കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് റവന്യൂ, എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും ഇതൊക്കെയാണ് നമ്മൾ ഡ്രോയിങ്സും പിന്നെ ഈ 4 കാറ്റഗറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒട്ടും ലേറ്റാകാതെ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ഡ്രോയിങ്സ് എന്താണ്. ഡ്രോയിങ്സ് എന്നാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസെറ്റ് വിത്ത് ഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അതായത് ബിസിനസ് ചെയ്യുന്ന എന്തെങ്കിലും പൈസ വിത്ഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഡ്സോ ഇപ്പോൾ നമ്മൾ എന്തോ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മേടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് അത് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പൈസ വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഡ്രോയിങ്സ് എന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റലിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത് റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. അതെന്താണെന്ന് നോക്കാം. ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് ഗൂഡ്സ് ഈസ് കോൾഡ് റവന്യൂ. അതായത് നമ്മളിപ്പോൾ ഗൂഡ്സ് വിറ്റ് കിട്ടുന്ന പൈസയിലാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റവന്യൂ റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് ബിസിനസ് ഏൺസ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ്. എന്ന് വെച്ചാൽ ബിസിനസ് വന്നിട്ട് പ്രോഡക്റ്റൊക്കെ സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ സർവീസ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്. സോ അതൊക്കെയാണ് റവന്യൂ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ പ്രൊവൈഡിങ് സർവീസ് ടു ഹിസ് കസ്റ്റമേഴ്സ്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ശരി, ഓക്കെ, ടു ഹിസ് കസ്റ്റമർ. അതർ സോഴ്സ് ഓഫ് റവന്യൂ കോമൺ ടു മെനി ബിസിനസ്. അത് കോമൺ ആയിട്ടും അതർ സോഴ്സ് വേറെ സോഴ്സ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് വിൽക്കുന്ന അല്ലാണ്ട് സർവീസും ചെയ്യുന്ന അല്ലാണ്ട് വരുന്ന സോഴ്സുകൾ ബിസിനസ്സിൽ വരുന്നത് ഫീസ്, കമ്മീഷന്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റോയാലിറ്റീസ്, റെൻറ്റ് റിസീവ്, ഇതൊക്കെയാണ് യൂഷ്വലായിട്ട് വരുന്നത്. നമ്മൾ കമ്മീഷനൊക്കെ എന്തെങ്കിലും നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വല്ലതും ആണെങ്കിൽ അതിന് കമ്മീഷൻ കിട്ടുക, അപ്പം അല്ലെങ്കിൽ ഒന്നിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക, അതൊക്കെ നമുക്ക് റവന്യൂ, നമുക്ക് പൈസ ഇങ്ങോട്ട് വരുന്നതാണ്, കമ്പനിക്ക് വരുന്നതാണ്. പക്ഷേ അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബിസിനസ് നല്ല പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന ഇതിന് വരുന്നതല്ല, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇതിനെയാണ് നമ്മൾ എക്സ്ട്രാ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റവന്യൂ ആയിട്ട് വരുന്ന എക്സ്ട്രാ. ഇനി അടുത്തത് എക്സ്പെൻസ്. ദ ടേം എക്സ്പെൻസ് ഡിനോട്ട്സ് ദി കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. വെച്ചാൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ എന്തൊക്കെയാണോ നമുക്ക് ചിലവുകൾ വരുന്നത് അതൊക്കെയാണ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചിലവുകൾ. സോ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ അവർക്ക് സാലറി വേജസ് കൊടുക്കണം, അതൊരു എക്സ്പെൻസാണ്, നമ്മുടെ ഭാഷ നോക്കി എക്സ്പെൻസാണ്. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇപ്പോൾ ആ ബിസിനസ് എത്തിക്കുന്ന റെൻറ്റിനാണെങ്കിൽ ആ റെൻറ്റിൻ്റെ അതൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരും. സോ ആ രീതിയിലൊക്കെയാണ് നമ്മൾ അതിന് വെച്ചാൽ റവന്യൂ, നമുക്കത് തിരിച്ച് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും, റവന്യൂ കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എക്സ്പെൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് നോക്കാം. എക്സ്പെൻസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സർവീസ് യൂസ്ഡ്. എക്സാമ്പിൾ എക്സ്പെൻസ് വന്നിട്ട് മെഷർ ചെയ്യുന്നത് ത്രൂ ദ സർവീസാണ്. എന്തൊക്കെ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ഇപ്പോൾ റെൻറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യാനുള്ള ബിൽഡിംഗ് റെൻറ്റിന് ഇറക്കിയെങ്കിൽ ആ റെൻറ്റ് കൊടുക്കണം. പിന്നെ അവർ ജോലി ചെയ്യുന്നവർക്ക് വേജസ് കൊടുക്കണം, ഓഫീസിലെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് എന്താ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഓർ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ഓഫ് അസെറ്റ് കൺസ്യൂം, നമ്മളിപ്പോൾ എന്തെങ്കിലും അസറ്റിൻ്റെ കോസ്റ്റൊക്കെ വരുവാണെങ്കിൽ അതും ഒരു എക്സ്പെൻസാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നമുക്ക് വരുന്നത്. എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ ഡ്യൂറിങ് ആൻഡ് അക്കൗണ്ടിങ് പീരിയഡ്. ഇപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഡിപ്രിസിയേഷനാണ് നമുക്കിപ്പോൾ അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്കിപ്പോൾ അത് കാണിക്കേണ്ടി വരും. ഒരു വർഷത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് മേടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫർണിച്ചറോ ബിൽഡിങ്ങോ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരും, ഓരോ വർഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും.
അതിപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എടുക്കുന്നത്. അതൊക്കെ നമുക്ക് വൈകിയ ക്ലാസ്സുകളായിട്ട് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എക്സ്പെൻഡിച്ചർ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ എക്സ്പെൻഡിച്ചർ നോക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവുകളാണ്. ഓക്കെ, നമുക്കത് നോക്കാം. എക്സ്പെൻഡിച്ചർ ഈസ് ദി എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂം യൂഷ്വലി ഇറ്റ് ഈസ് ഓഫ് ലോങ് ടേം നേച്ചർ. എന്ന് വെച്ചാൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു, അപ്പോൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വിഭവമാണ്. ഓക്കെ, വിഭവം ആണ്. എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ഈസ് ദി എമൗണ്ട് ഓഫ് റിസോഴ്സ് കൺസ്യൂം. അത് കൺസ്യൂം ആവുന്നതിനാണ് യൂഷ്വലി ഇറ്റ് ഈസ് എ ലോങ് ടേം ഇൻ നേച്ചർ. അതായത് കൺസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗം, നമ്മൾ എത്ര നാൾ നമ്മളത് യൂസ് ചെയ്യുന്നതാണ് ഉപയോഗത്തിനെയാണ് നമ്മളത് യൂഷ്വലി ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ. അതായത് നമ്മൾ നേച്ചർ എന്ന് വെച്ചാൽ സാധാരണമായി നമ്മളത് ഓരോരോ സ്വഭാവം എത്ര ഇത് വർഷത്തിനുള്ളിൽ നമ്മളത് എന്തൊക്കെ ചെയ്യുന്നു, എത്ര പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇത് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് എ ലോങ് ടേം ഇൻ നേച്ചർ. ദെയർഫോർ ഇറ്റ്സ് ബെനിഫിറ്റ് ഡ്രൈവ്സ് ഓവർ എ പീരിയഡ് വിച്ച് എക്സ്റ്റെൻസ് ബിഹൈൻഡ് ദി അക്കൗണ്ടിങ് ഇയർ. അതിൻ്റെ പീരിയഡ് വന്നിട്ട് അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇതിൽ തന്നെ വരും. സോ അതാണ് പീരിയഡോട് സമയം ഉണ്ടാവും. ഇപ്പോൾ ഒരു 1 ഇയർ 2 ഇയർ അങ്ങനെ ഒത്തിരി സമയമൊക്കെ ഉണ്ടാവും. സോ ആ സമയത്തിനുള്ളിലാണ് നമുക്കിത് വരുന്നത് എക്സ്പെൻഡിച്ചർ. സോ അത് എക്സ്പെൻഡിച്ചർ വന്നിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻഡിച്ചേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ടു ഡ്രൈവ് ലോങ് ടേം അഡ്വാൻറ്റേജസ് ഫോർ ദി ബിസിനസ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ വന്നിട്ട് നമുക്ക് ലോങ് ടേം ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ലോങ് ടേം ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്, അതായത് ഡ്രൈവ് എന്ന് വെച്ചാൽ ലഭിക്കുന്നത്. നമുക്ക് ലോങ് ടേം ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചത്, നമുക്കങ്ങനെ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ്. സോ അതിൻ്റെ ഇൻകേർഡ് ആയിട്ട് വരുന്നത് ഡ്രിവൺ എന്ന് വെച്ചാൽ, ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇത് ലഭിക്കുന്നത് ലോങ് ടേം അഡ്വാൻറ്റേജ്, അതൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് ലോങ് ടേം ആയിട്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ് ഫോർ ദി ബിസിനസ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമുക്ക് ലോങ് ടേം ആയിട്ട് ബിസിനസ് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, സച്ച് ആൻ എക്സ്പെൻഡിച്ചർ ഈസ് അതർ ഇൻകേർഡ് എക്സ്പെൻഡിച്ചർ. സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് അതർ ഇൻകേർഡ് ഫോർ അക്വിസിഷൻ. ഓക്കെ, അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കൽ. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് ഓഫ് ആൻ അസറ്റിന് വേണ്ടിയിട്ട് നമ്മളത് ഏറ്റെടുക്കുക. ഓർ ഫോർ ഇൻക്രീസിങ് ദി ഏർണിങ്സ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഏർണിങ്സ് ഓഫ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഇപ്പോൾ അത് ഫിക്സ്ഡ് അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. സച്ച് ആസ് പ്ലാന്റ് ആൻഡ് മെഷീനറി, പേറ്റൻറ്റ്. ഇതൊക്കെ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കാണ് നമുക്കിത് വരുന്നത്. പിന്നെ പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗുഡ് വില്ല്, സൽപ്പേരൊക്കെ നിലനിർത്തുക. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റേസിങ് ലോങ് ടേം ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ വന്നിട്ട് ഒത്തിരിയും കാലം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. റേസിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റവന്യൂ നോക്കാം. രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് ആൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയർസ് വിത്തിൻ എ ഇയർ, എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് എക്സ്പയറി ആവുന്നതിനാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഇൻകേർഡ് merely ടു മെയിൻറ്റെയിൻ ദ ബിസിനസ്. അത് ബിസിനസ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. merely എന്ന് പറഞ്ഞാൽ വെറും. ഓക്കെ, ബിസിനസ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ്. ഓർ ടു കീപ് ദി അസറ്റ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അതായത് അസറ്റൊക്കെ നല്ല രീതിയിൽ നല്ല കണ്ടീഷൻ വർക്കിംഗ് ചെയ്യുന്ന പോലത്തെ കണ്ടീഷനിൽ വെക്കാനായിട്ട്. പേയ്മെൻറ്റ് ഓഫ് സാലറി, പേജസ്, റെൻറ്റ്, ടെലിഫോൺ ചാർജസ്, ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഓഫ് വെഹിക്കൽ അണ്ടർ ദ
കാറ്റഗറി. ഇത്രയാണ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേജസ് കൊടുക്കാനും, അതായത് ടെലിഫോണ്, വർക്കിംഗ് ഡിപ്രിസിയേഷൻ്റെ ഇതും, ഫിക്സ് അസറ്റിൻ്റെ, പിന്നെ മെയിൻ്റെനൻസ് ഓഫ് എക്സ്പെൻസ് ഓഫ് വെഹിക്കലിൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് ഉണ്ടാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തീരെ മനസ്സിലാവാത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ റിപ്ലൈ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജുകളൊന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, മോട്ടിവേഷണൽ എന്നൊക്കെ ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാനത് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓഫ്ലൈനും ഓൺലൈനുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വിളിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെന്ന് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ എല്ലാവരും ഇത് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലായിട്ട് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.